സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയിലെ പ്രീവിയസ് ഇയറിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ മാത്സിൽ നടന്ന പോർഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് 20 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മാത്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇതെന്ന് പറയുന്നത് ലീഗൽ മെട്രോളജിയുടെ എന്നാ നടന്നതെന്ന് വെച്ചാൽ 2023 നടന്ന എക്സാം ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 066/2023 ആണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. അപ്പോ 10/6 നടന്ന എക്സാം ആണ് ഇതെന്ന് പറയുന്നത്. ഇപ്പൊ ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ മാത്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക് ആണ്. അപ്പൊ നമുക്ക് നീങ്ങിയാലോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാ, ഫൈൻഡ് ദി നെക്സ്റ്റ് ടേം ഓഫ് 1, 4, 11, 34, 101, എക്സെട്ര. അതായത് ഈ ഒരു സീരീസ് തന്നിട്ടുണ്ട് 1, 4, 11, 34, 101. ഇതിന്റെ അടുത്ത ടേം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. 303, 304, 302, 305. അപ്പൊ നമുക്ക് നോക്കുമ്പോ എപ്പോഴും നോക്കുന്ന ഇതിനകത്ത് എന്തെങ്കിലും ഒരു പാറ്റേൺ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്ന 1 ആണ്, സെക്കൻഡ് ടേം എന്ന് പറയുന്ന 4 ആണ്, തേർഡ് ടേം എന്ന് പറയുന്ന 11 ആണ്, 34 ആണ്. ഇങ്ങനെ പോവാ അല്ലെ. അപ്പൊ നമുക്ക് ഈ 1ഉം 4ഉം എന്തെങ്കിലും തമ്മിലുള്ള റിലേഷൻ ഉണ്ടോ എന്ന് നോക്കാം. അതേ റിലേഷൻ ഇവിടെയും സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അല്ലേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ നോക്കുമ്പോ എന്താണ് 1ന്റെ കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു, 3 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 കൊണ്ട് ആഡ് ചെയ്യുന്നു. 1 × 3 + 1 അല്ലെ. 1 × 3 ഞാൻ 3 ആണ്, 3 + 1 4 ആണ്. ആദ്യത്തെ ഞാനൊരു അത് കണ്ട് എനിക്ക് ഫസ്റ്റ് ഒരു ഇങ്ങനെ ചെയ്താൽ കൊള്ളാം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത്. ഇനി അടുത്തത് ഇതേ പാറ്റേൺ നോക്കാം നമുക്ക്. 4 × 3 + 1 ചെയ്യുവാണ്. അപ്പൊ നോക്കുമ്പോ 4 × 3 12, 12 + 1 13 ആ വരുന്നത്. പക്ഷെ ഇവിടെ എത്ര 11 ആണല്ലേ. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ചെറിയ ഒരു മാറ്റം വരുത്താൻ പോവാണ്. ഈ +1 എന്നുള്ളത് മാറ്റുന്നത്, കാരണം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ ഒന്ന് മൈനസ് ചെയ്ത് നോക്കുക. 4 × 3 - 1, അതായത് 4 × 3 എന്ന് പറഞ്ഞാൽ 12, 12 - 1 11 ആണല്ലോ. അപ്പൊ ഇനി അടുത്ത വീണ്ടും നോക്കാം. 11 × 3 അത് +1 ആണോ -1 ആണോ എന്ന് അവിടെ നിൽക്കട്ടെ. 11 × 3 33 ആണ്. അപ്പൊ അടുത്ത ടേം എന്ന് പറഞ്ഞാൽ 34 ആണല്ലേ. അപ്പൊ അതായത് എന്താണ് 33യുടെ 1 ആഡ് ചെയ്യണം. അപ്പൊ 1 ആഡ് ചെയ്താൽ എത്ര കിട്ടും നോക്കി അല്ലെ. അപ്പൊ 33 + 1 = 34. അപ്പൊ അടുത്തത് സ്വാഭാവികമായിട്ട് ഏതായിരിക്കണം, മൈനസ് ആയിരിക്കണം. കാരണം അങ്ങനെയല്ലേ വന്നത്. ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ ഞാൻ അടുത്ത് എന്ത് ചെയ്യുന്നു, 34 × 3 ചെയ്യുവാണ്. സോ 34 × 3 എന്ന് പറഞ്ഞാൽ 4 3s are 12, 1 ബാലൻസ്, 3 3s are 9 + 1 10 വരും. അതായത് 102 വരും അല്ലെ. -1 ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്, 101 വരുന്നത് ആണല്ലോ. അപ്പൊ ഇവിടെ നമുക്കൊരു സീക്വൻസ് മനസ്സിലായി. എന്താണ്, × 3യും +1ഉം × 3 -1 ആണ് നമുക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നത് അല്ലെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവിടെ -1 വരെ വന്നു. അപ്പൊ അടുത്ത എന്തായിരിക്കും, 101 × 3 +1 ആയിരിക്കും. കാരണം ആദ്യം പ്ലസ് ആയിരുന്നു, പിന്നെ മൈനസ് ആയി, പിന്നെ പ്ലസ് ആയി, പിന്നെ മൈനസ് ആയി അല്ലേ. അപ്പൊ അടുത്ത എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി പ്ലസ് ആയിരിക്കും. അപ്പൊ 101 × 3 നോക്കാം. 1 × 3 3, 0 × 3 0, 1 × 3 3 അല്ലെ. അപ്പൊ എന്തുവരും, 303 + 1 ദാറ്റ് ഈസ് 304. സോ നമ്മുടെ ആൻസർ എന്തായിരുന്നു, ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പം ഒരു സീക്വൻസ് തന്നിട്ട് അതിന്റെ അടുത്ത ടേം എന്താന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഗോ ത്രൂ ദ സീക്വൻസ് കംപ്ലീറ്റ്ലി. ആദ്യം നമ്മൾ നോക്കുക. എന്നിട്ട് എന്താണ്, എന്തെങ്കിലും ഒരു പാറ്റേൺ നമുക്ക് അതിൽ നിന്ന് ഒപ്പിക്കാൻ പറ്റുമെന്ന് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് ചെയ്യുക. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ ഉണ്ട്. അതായത് ഇവിടുത്തെ റൂൾ എന്ന് പറയുന്ന ഓൾട്ടർനേറ്റ് ആയിട്ട് × 3 + 1ഉം × 3 -1ഉം വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, then the next one, if 20% of an amount is 120, what will be 50% of that amount? ഒരു എമൗണ്ടിന്റെ 20% 120 ആണ് അല്ലെ. എങ്കിൽ ആ എമൗണ്ടിന്റെ 50% എത്രയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എടുക്കാം, എമൗണ്ട് എന്തുകൊണ്ട് എടുക്കാം, എക്സ് അല്ലെ. നമ്മൾ സാധാരണ നമുക്ക് അറിഞ്ഞൂടാത്ത ആള് നമ്മൾ എന്ത് ചെയ്യും, ഒരു വേരിയബിളിൽ വിളിക്കും അല്ലെ. അയാളാണ് എക്സ്. 20% of an amount is 120. ഈ എമൗണ്ടിന്റെ 20% 120 ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താ, 20/100 of x = 120 ആണല്ലോ. 20% of x ആണല്ലേ 20%. എക്സിന്റെ 20% 120 എന്ന് പറയുന്നു. 20% നമുക്ക് എങ്ങനെ എഴുതാം, 20/100 എന്ന് എഴുതാം. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, x = 120 × 100 / 20 ചെയ്യാം അല്ലെ. 0യും 0യും ക്യാൻസൽ ആക്കാം. 2ഉം 12ഉം കൂടെ ക്യാൻസൽ ആക്കി 6 വരും അല്ലെ. അപ്പൊ എന്ത് വന്നു, 6 × 100 എത്ര വന്നു, 600 വന്നു
ആണല്ലോ. അപ്പൊ 600 ആണ് എന്ത് പറയുന്നത്, ആ എമൗണ്ട് എന്ന് പറയുന്നത്. നമ്മളോട് ആ എമൗണ്ട് ആണോ ചോദിച്ചത്? അപ്പൊ നമുക്ക് പെട്ടെന്ന് എത്രയും കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആൻസർ കിട്ടി, നമ്മൾ 600 നോക്കി ഓപ്ഷൻ ഉണ്ടെന്നിരിക്കും അല്ലെ. പക്ഷെ എമൗണ്ട് അല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വാട്ട് വിൽ ബി 50% ഓഫ് ദാറ്റ് എമൗണ്ട്, ആ എമൗണ്ടിന്റെ 50% എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ 50% ഓഫ് എക്സ്, എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 600 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ആ ശരിക്കും വെട്ടിപ്പോയിട്ട് എന്ത് ചെയ്യാം, 6 × 5 30, 300. ഇത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതായത് 600 കിട്ടി, 650% വെച്ചാൽ അതിന്റെ പകുതിയല്ലേ. അപ്പൊ ഓട്ടോമാറ്റിക്കലി എത്രയായിരിക്കും, 300 ആയിരിക്കും അല്ലെ. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അറിഞ്ഞൂടാ, പെർസെന്റേജ് ഓഫ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 20% 20/100, 50% 50/100 എന്നാണ് വരുന്നത്. ഓക്കെ, കണ്ടോ ആൻസർ വരുന്നത് എന്താണ്, 300. നെക്സ്റ്റ്, a hostel has sufficient food for 100 students for 80 days. After 20 days, 20 more students join the hostel. Now, how many days the food will continue എന്നാണ്. അപ്പൊ ഒരു ഹോസ്റ്റലില് 100 കുട്ടികൾക്ക് വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള ഫുഡ് ഉണ്ട് ആണല്ലോ. ഫോർ 80 days, 100 കുട്ടികൾക്ക് 80 ദിവസത്തേക്കുള്ളതുണ്ട് ആണല്ലോ. ആഫ്റ്റർ 20 days, 20 ദിവസം കഴിഞ്ഞിട്ട്, 80 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ്. 20 ദിവസം കഴിഞ്ഞപ്പോ 20 കുട്ടികൾ കൂടി ജോയിൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ 80 ദിവസം തികയത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം ഈ ഫുഡ് കണ്ടിന്യൂ ചെയ്യാം എന്നാണ് ചോദിക്കുന്നത് ആണല്ലോ. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം. ആക്ച്വലി 100 കുട്ടികളുണ്ട്, 80 ദിവസം ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം നോക്കുന്നത് വെച്ചാല് ടോട്ടൽ ഫുഡ് അവൈലബിൾ, മൊത്തത്തിൽ എത്ര ഫുഡ് ഉണ്ട് എന്നുള്ളതാണ് അല്ലെ. അപ്പം എത്രയാണ്, 100 × 80. 100 കുട്ടികൾക്ക് 80 ദിവസത്തേക്കുണ്ട്. ദാറ്റ് മീൻസ് 8000 ആണ് അവിടുത്തെ ടോട്ടൽ ഫുഡ്. എല്ലാവർക്കും എത്ര ഉണ്ട്, 8000 സ്റ്റുഡൻസ് പെർ ഡേ ഉണ്ട് അല്ലെ. ഒരു സ്റ്റുഡന്റ് ഡേക്ക് എത്രയുണ്ട്, 8000 ഉണ്ട്. ആഫ്റ്റർ 20 days, 20 ദിവസം ശേഷം എന്താ പറയുന്നത്, 20 കുട്ടികൾ ജോയിൻ ചെയ്തു. അപ്പൊ 20 ദിവസം വരെ ഇതിൽ നിന്ന് നമുക്ക് റെഡ്യൂസ് ചെയ്തെടുത്തൂടെ. അപ്പൊ നമ്മൾ നോക്കുന്ന വെച്ചാല് ടോട്ടൽ യൂസ്ഡ് ഇൻ ഫസ്റ്റ് 20 days, 8000 ഉണ്ടായിരുന്നതില് ആദ്യത്തെ 20 ദിവസം എത്ര ഉപയോഗിച്ചു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ടോട്ടൽ യൂസ്ഡ് ഇൻ ഫസ്റ്റ് 20 days, ആദ്യത്തെ 20 ദിവസം അല്ലെ. അപ്പൊ 100 കുട്ടികൾ ആദ്യത്തെ 20 ദിവസം ചെയ്യാന്ന് പറയുമ്പോ എന്ത് വരും, 100 × 20, അതായത് എത്ര വന്നു, 2000 വന്നു. ഓക്കെ ആണോ. അപ്പൊ ടോട്ടൽ ഫുഡ് അവൈലബിൾ 8000 ആയിരുന്നു. ആദ്യത്തെ 20 ദിവസം 2000 കഴിഞ്ഞു അല്ലെ. അപ്പൊ ബാക്കി എത്ര ഉണ്ടായിരിക്കും ഇവിടെ, ബാക്കിയുള്ള ദിവസത്തേക്ക് വേണ്ടിയിട്ട്. അപ്പൊ റിമൈനിങ് എന്ന് പറയുന്നത് എത്രയാ, 8000 - 2000 ആയിരിക്കും അല്ലെ. അപ്പൊ ബാക്കിയുള്ള 80 ദിവസത്തേക്ക് വേണ്ടിയിട്ട് അല്ലെ, ബാക്കിയുള്ള ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ളത് എത്രയാണ്, 8000 - 2000. 8000 - 2000 എന്ന് പറയുമ്പോ എത്ര വരും, 6000 വരും അല്ലെ. ഇനി ഈ 6000 എത്ര കുട്ടികളാ, 20 കുട്ടികൾ കൂടുതൽ ജോയിൻ ചെയ്തു അല്ലെ. അപ്പൊ ഇനി നമ്പർ ഓഫ് സ്റ്റുഡൻസ് മാറും. 100 ആയിരുന്നത് എത്രയായി, ഇപ്പോ 100 എത്രയായി, 100ന്റെ കൂടെ 20 കുട്ടികളും കൂടെ ജോയിൻ ചെയ്ത് എത്രയായി, 120 ആയി അല്ലെ. അപ്പൊ എന്താ, ഈ ഹോസ്റ്റലില് 100 കുട്ടികൾക്ക് വേണ്ടി 80 ദിവസത്തേക്കുള്ള ഫുഡ് ഉണ്ടായിരുന്നു. അപ്പൊ ടോട്ടൽ ഫുഡ് നമ്മളിപ്പോ കണ്ടുപിടിച്ചു. 80 ദിവസത്തേക്ക് 8000 ആണ് ഉണ്ടായിരുന്നത്. 20 ദിവസം കഴിഞ്ഞപ്പോ 20 കുട്ടികൾ ജോയിൻ ചെയ്തു. അപ്പൊ 20 ദിവസം വരെ നോർമൽ ഉള്ള 100 കുട്ടികൾക്ക് തന്നെയാണ് ഫുഡ് കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ 100 × 20 2000. അപ്പൊ ബാലൻസ് എത്ര ഉണ്ടെന്ന് നോക്കിയപ്പോ 8000 - 2000, 6000 ആണ് സ്റ്റുഡന്റ് ഡേ ഉള്ളതെന്ന് പറയുന്നത്. ഇനി എന്താ പറയുന്നത്, 20 കുട്ടികൾ കൂടി ജോയിൻ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്ര വരും, 100ന്റെ കൂടെ 20 ആഡ് ചെയ്യും. അപ്പൊ എന്ത് വന്നു, 120 വന്നു ആണല്ലോ. അപ്പൊ ഇനി നമുക്ക് കണ്ടുപിടിച്ചൂടെ റിമൈനിങ് ഡേയ്സ് അല്ലെ, ഫുഡ് എന്താണ് എത്രയാണെന്നുള്ളത്. റിമൈനിങ് ഡേയ്സ് എന്ന് പറയുമ്പോൾ 6000 ആണ് ടോട്ടൽ. അതിനകത്ത് 120 കുട്ടികളുണ്ട് അല്ലെ. സോ 6000 ഡിവൈഡഡ് ബൈ 120. അപ്പൊ ഇതെന്താ, 0 ക്യാൻസൽ ആക്കാം. 6 വെച്ച് ക്യാൻസൽ, ഇത് 100 ആവും, ഇത് 2 ആവും. 2 വെച്ച് പോകുമ്പോ ഇതെന്താവും, 50 ആവും. അപ്പൊ എത്ര ദിവസത്തേക്കാ ഉള്ളത്, 50 ഡേയ്സിലേക്ക് വേണ്ടിയിട്ടാണ് ഫുഡ് ഉള്ളത്. ഓക്കെ ആണോ. അപ്പൊ എന്താ, നമ്മൾ ആദ്യം മൊത്തത്തിലുള്ളത് കണ്ടുപിടിച്ചു.
ഞാൻ 20 ദിവസം എത്ര യൂസ് ചെയ്തു എന്ന് കണ്ടുപിടിച്ചു. 20 ദിവസത്തിന് ശേഷം എത്ര അപ്പൊ ബാലൻസ് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, 20 കുട്ടികൾ കൂടെ ജോയിൻ ചെയ്താൽ മൊത്തത്തിലുള്ളതിന്റെ കൂടെ 20 കുട്ടികളും കൂടെ കൂടി. അപ്പൊ മൊത്തവും 120. അപ്പൊ നമുക്ക് ഉണ്ടായിരുന്ന ബാലൻസിനെ 120 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോ എത്ര ഡേയ്സിലാണ് ഫുഡ് കണ്ടിന്യൂ ചെയ്യുന്നത് എന്നുള്ളത് കിട്ടി. ക്ലിയർ ആണോ? ആ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് അതിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ടോട്ടൽ ഫുഡ് അവൈലബിൾ എഴുതിയിട്ടുണ്ട്. ഫുഡ് യൂസ് ഇൻ ഫസ്റ്റ് 20 days യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റിമൈനിങ് ഫുഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എത്ര കുട്ടികൾ ജോയിൻ ചെയ്തു എന്നുണ്ട്. റിമൈനിങ് ഫുഡ് ലാസ്റ്റ് ചെയ്യുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 50 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി 50. ഓക്കെ, ദെൻ നെക്സ്റ്റ് ABCD is a square. ABCD ആണ്, ക്യാപിറ്റൽ ആണ്. ABCD is a square of side 28 centimeter. Then the area of the shaded region, ഈ ഷെയ്ഡ് ചെയ്ത റീജിയന്റെ ഏരിയ എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ഒരു സ്ക്വയറിൽ നിന്നും ഈ രണ്ടാൾക്കാരുടെ ഏരിയ കണ്ടുപിടിച്ച് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ഷെയ്ഡ് റീജിയന്റെ ഏരിയ കിട്ടും, ആണല്ലോ. അപ്പൊ നമ്മൾ ആദ്യം എന്താണ്, ABCD എന്ന് പറയുന്നത് സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ സ്ക്വയറിന്റെ ഏരിയ എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ് ആണ് അല്ലെ. സ്ക്വയറിന്റെ ഏരിയ, സ്ക്വയർ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡ് ആണ്. അപ്പൊ ഇവിടെ സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? 28 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 28 ഇൻറ്റു 28 എന്ന് കിട്ടി. അതായത് 28 ഇൻറ്റു 28 എന്ന് പറയുമ്പോൾ എന്ത് വരും? 784 എന്ന് വരും അല്ലെ. 28 ഇൻറ്റു 28 മൾട്ടിപ്ലിക്കേഷൻ എളുപ്പത്തിൽ എന്ത് ചെയ്യാതെ ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ 8 64, 6 ബാലൻസ് 8 2 16, 8 2 16. ഇവിടെ രണ്ട് ഡയഗണൽ വേസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 16ഉം 16ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 32 വരും. 32ന്റെ കൂടെ 6 ആഡ് ചെയ്യുമ്പോൾ 38 വരും. 3 ബാലൻസ് 2 2s are 4, 4 plus 3 7. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ എന്ത് ചെയ്താൽ മതി? ആദ്യം ഇതാ ഈ യൂണിറ്റ് പ്ലേസിലുള്ള രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഡയഗണൽ വേസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ബാക്കി മറ്റേതിന്റെ ബാലൻസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം? എഴുതുക, ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ടെൻസ് പ്ലേസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിന്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സ്ക്വയറിന്റെ ഏരിയ കിട്ടി. ഇനി നോക്കിയേ, രണ്ട് എന്താ പറയുന്നേ? രണ്ട് താണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടല്ലേ. ഇത് എന്ത് ഇതാണ്? സെമി സർക്കിൾ അല്ലേ ഇതാ ഈ ഒരു ഇതെന്ന് പറയുന്നത്. ഇപ്പൊ രണ്ട് സെമി സർക്കിൾ ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഫുൾ സർക്കിൾ കിട്ടും അല്ലെ. ഇപ്പൊ രണ്ട് സെമി സർക്കിൾ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ആ രണ്ട് സെമി സർക്കിളും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സർക്കിൾ ആണല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഏരിയ ഓഫ് സർക്കിൾ കണ്ടുപിടിക്കാം. മതിയല്ലോ. കാരണം അതിന്റെ റേഡിയസ് എത്രയാണ് അതൊന്ന് പറഞ്ഞേ. കാരണം റേഡിയസ് എന്ന് പറയുമ്പോ എന്താണ്? ഈ ഫുൾ സർക്കിൾ ആകുമ്പോൾ സ്ക്വയറിന്റെ ഇതല്ലേ. ഡയഗണൽ എന്ന് പറയുന്നത് ഇത് സ്ക്വയറിന്റെ ഒരു സൈഡ് തന്നെയാണ്. അതായത് 28 ആണ് അവിടുത്തെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 28 ഡിവൈഡഡ് ബൈ 2, അതായത് 14 ആയിരിക്കും അല്ലെ. അപ്പൊ ഏരിയ സർക്കിൾ എന്താ? പൈ ആർ സ്ക്വയർ. പൈയുടെ വാല്യൂ നമ്മൾ കൊടുക്കുക, കാരണം നമുക്ക് ഇവിടെ പൈ ആയിട്ടില്ലല്ലേ. അപ്പൊ 22/7 ഇൻറ്റു 14 ഇൻറ്റു 14, അതായത് ഇത് വെട്ടിപ്പോയിട്ട് എന്തെങ്കിലും 7 2s are 14 അല്ലെ. 22 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 44. 44 ഇൻറ്റു 14 വരുമ്പോ 4 4s are 16, 1 ബാലൻസ് 4 4 16 plus 1 17, 1 4s are 4, 1 4s are 4, 6 അടുത്ത എന്താ പറയാ 8 9 10 11 അല്ലെ. 1 4 5 6 അപ്പൊ 616 വരും. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഏരിയ ഓഫ് സ്ക്വയർ മൈനസ് അല്ലെ ഷെയ്ഡഡ് ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ആണ് നമുക്ക് വേണ്ടുന്നത്. ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുമ്പോ എന്ത് ചെയ്താൽ മതി? സ്ക്വയറിൽ നിന്നും സർക്കിൾ കുറച്ചാൽ പോരെ. അപ്പം ആ ബാക്കി ആ സ്ക്വയറിൽ നിന്നുള്ള സർക്കിൾ പോർഷൻ ബാക്കിടുമ്പോ ബാക്കി നമ്മൾ ആ ഷെയ്ഡഡ് റീജിയൻ കിട്ടും അല്ലെ. അപ്പൊ എന്താ? 784ൽ നിന്നും 616 സബ്ട്രാക്ട് ചെയ്താൽ മതി. അതായത് 784ൽ നിന്നും 616 ക്യാൻസൽ ചെയ്യുമ്പോ എന്ത് വരും? ഇത് 14 വരും അല്ലെ. 9 10 11 12 13 14 വരും. അപ്പൊ 7 വന്നു അല്ലെ. അല്ല 7 അല്ല, 7 8 9 10 11 12 13 14 8 വന്നു. പിന്നെ എന്താ ഇവിടെ 8 7 ആയി. 7ൽ നിന്ന് 1 വെച്ചാൽ 6 ആയി. 7ൽ 1 വന്നു. അപ്പൊ എന്ത് വന്നു? 168 വന്നു അല്ലെ. സോ ആൻസർ എത്രയാണ്? 168 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അപ്പൊ എന്താ നമുക്ക് അറിയേണ്ടത്? ആരുടെ ഏരിയ ആണ് അറിയേണ്ടത്. ഇവിടെ രണ്ട്, അതായത് ഒരു പിക്ചർ അതിനകത്ത് രണ്ടെണ്ണം ഉണ്ട്. ആ രണ്ട് പോർഷൻ പോയാൽ അപ്പൊ ആ രണ്ട് പോർഷൻ എന്ന് പറഞ്ഞാൽ സെമി സർക്കിൾസ് ആണ്. അത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തായി കിട്ടും? ഒരു സർക്കിൾ ആയിട്ട് കിട്ടും അല്ലെ. അപ്പൊ ഏരിയ ഓഫ് സ്ക്വയർ മൈനസ് ഏരിയ സർക്കിൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ കിട്ടും. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. കണ്ടോ? അതായത് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്
two semicircles are drawn inside the square. So അപ്പൊ ഓരോ സെമി ഡയമീറ്റർ 28 ആണ്, അപ്പൊ റേഡിയസ് 14 ആണ്. ഷെയ്ഡഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ട് ഓഫ് ദി സ്ക്വയർ ഔട്ട്സൈഡ് ദ ടു സെമി സർക്കിൾ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഏരിയ ഓഫ് ദി സ്ക്വയർ കണ്ടുപിടിച്ചു, പിന്നെ ഏരിയ ഓഫ് ടു സെമി സർക്കിൾ, അതിനൊരു ഏരിയ ഓഫ് വൺ ഫുൾ സർക്കിൾ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിച്ചു. അപ്പൊ ഈ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ ചെറിയ കാര്യവും നോക്കിയാൽ മതി. Then next question, fifth one. The heights and radii of a cone and hemisphere are same. Then the ratio of their volumes is. Heights and radii of a cone. ഒരു കോണിന്റെയും ഹെമിസ്ഫിയറിന്റെയും ഹൈറ്റ്സും റേഡിയസും സെയിം ആണ് എന്നാ പറയുന്നത്. എങ്കിൽ റേഷ്യോ ഓഫ് ദെയർ വോളിയം, അപ്പൊ വോളിയം അറിയണമെങ്കിൽ നമ്മൾ റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അറിയേണ്ടത് വാട്ട് ഈസ് ദ വോളിയം ഓഫ് കോൺ. കോണിന്റെ വോളിയം എന്താണ് എന്നാണ് അറിയേണ്ടത്. കോണിന്റെ വോളിയം എന്ന് പറഞ്ഞാല് 1/3 πr²h ആണ് എന്ന് പറയുന്നത് വോളിയം ഓഫ് കോൺ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് അറിയേണ്ടത് വാട്ട് ഈസ് ദ വോളിയം ഓഫ് ഹെമിസ്ഫിയർ. ഹെമിസ്ഫിയറിന്റെ വോളിയം എന്താണ് എന്നറിയണം. ഹെമിസ്ഫിയറിന്റെ വോളിയം 2/3 πr³. ഹെമിസ്ഫിയറിന്റെ വോളിയം എത്രയാണ്? 2/3 πr³. അപ്പൊ ഇതിന്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? കോണിന്റെതും ഹെമിസ്ഫിയറിന്റെതും വോളിയത്തിന്റെ റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് അല്ലേ. അതായത് കോണിന്റെ എന്ന് പറഞ്ഞാൽ എന്താ? 1/3 πr²h ഈസ് ടു 2/3 πr³. ഇനി ഇവിടെ ഒരു ഹിന്റ് തന്നിട്ടുള്ള എന്താ? ഹൈറ്റും റേഡിയും എല്ലാം സെയിം ആണ്. അപ്പൊ എച്ചിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? r കൊടുക്കാന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ 1/3 πr² ഇൻറ്റു r. എച്ചിന് പകരം ഞാൻ r കൊടുത്തു. 2/3 πr³. ഈ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? റേഷ്യോയിൽ ഒരിക്കലും കോമൺ ആയിട്ടുള്ള ആൾക്കാർ വരില്ല അല്ലെ. അപ്പൊ കോമൺ ആയിട്ട് ആൾക്കാർ വന്നാൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്തത്. അപ്പൊ ഇവിടെ 1/3 ഉണ്ട് അല്ലെ, അത് ക്യാൻസൽ ചെയ്യാം. പിന്നെ പൈ ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യാം. r² r കൂടെ ചേർന്ന് r³ വരും, അത് ക്യാൻസൽ ചെയ്യാം. അപ്പൊ എന്താ ഇവിടെ ബാലൻസ് എന്ത് മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. ഇവിടെ ബാലൻസ് 2 ആണ് അല്ലെ. സോ അവർ ആൻസർ ഈസ് 1:2. അതായത് ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? അതായത് നമ്മൾ പഠിക്കുമ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് 2D ഫിഗേഴ്സിന്റെയും 3D ഫിഗേഴ്സിന്റെയും ഏരിയയും വോളിയം എല്ലാം ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ അതാണ് നമുക്ക് ഇവിടെ കൂടുതൽ കോൺസെൻട്രേഷൻ നടക്കേണ്ടത്. കാരണം അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താ? വോളിയം ഓഫ് കോൺ എന്ന് പറയുന്നത് 1/3 πr²h ആണ്. വോളിയം ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് 2/3 πr³ ആണ്. എന്നിട്ട് അവിടുത്തെ ഹൈലൈറ്റ് എന്താണ്? ഹൈറ്റും റേഡിയും സെയിം ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എച്ചും ആറും തമ്മിൽ ഈക്വൽ ആണ്. അപ്പൊ അത് വെച്ച് ക്യാൻസൽ ചെയ്യുക. അതുകൊണ്ടോ റേഡിയസും എന്താണ്? റേഡിയസ് ഓഫ് കോണും റേഡിയസ് ഓഫ് ഹെമിസ്ഫിയറും ഈക്വൽ ആണ്. ഹൈറ്റ് ഓഫ് കോൺ റേഡിയസും ഈക്വൽ ആണ്, 6 ആണ്. അപ്പൊ എല്ലാം 6 തന്നെയാണ് അല്ലെ. അപ്പൊ വോളിയം ഓഫ് കോൺ എന്ന് പറയുന്നത് 1/3 πr²h ആണ്. വോളിയം ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ 2/3 πr³ ആണ്. അതിന്റെ റേഷ്യോ ആണ് ഈ കിടക്കുന്നത്. ഓക്കെ ആണല്ലോ. Now we are moving to the next question, sixth one. The roots of 2x² minus 7x plus 5 are real, unequal and rational, real, unequal and irrational, real and equal, imaginary. അപ്പൊ ഇങ്ങനെ വന്നാൽ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ax² plus bx plus c. അത് റൂട്ടിന്റെ നേച്ചർ, റൂട്ട് എന്താ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടില്ല. റൂട്ട്സ് എങ്ങനെയാണ്, അതിന്റെ പെക്യുലാരിറ്റി എന്താണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എല്ലാം കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡിസ്ക്രിമിനന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ലെസ് ദാൻ 0 അല്ല. b² minus 4ac ഈക്വൽ ടു 0 ആണെങ്കിലാണ് എന്താണ്? റിയലും ഈക്വലും വരുന്നത്. അതേസമയം b² minus 4ac ലെസ് ദാൻ 0 ആണെങ്കിൽ അവിടെ എന്താണ്? ഇമാജിനറി ആയിരിക്കും. ലെസ് ദാൻ 0 ആണെങ്കിൽ അവിടുത്തെ വാല്യൂ എന്തായിരിക്കും? ഇമാജിനറി നമ്പർ ആയിരിക്കും അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ റൂട്ട്സ് ഓഫ് 2x² minus 7x plus 5ന്റെ എങ്ങനെയാന്നാ ചോദിക്കണേ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? b² minus 4ac കണ്ടുപിടിക്കണം. അതായത് ആദ്യം a എന്ന് പറഞ്ഞാൽ എന്താണ്? x² കോഎഫിഷ്യന്റ് 2. അടുത്ത b എന്ന് പറഞ്ഞാൽ x-ന്റെ കോഎഫിഷ്യന്റ് -7. c എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടേം. ആദ്യം അത് 3 എഴുതണം. എന്നിട്ട് നമ്മൾ എന്താ? b² minus 4ac എഴുതുക. b² എന്ന് പറഞ്ഞാൽ -7ന്റെ സ്ക്വയർ മൈനസ് 4 into 2 into 5 ആണ്. അതായത് 49 minus 4 into 2 8, 8 5s are 40. അതായത് എന്ത് കിട്ടി? 9 കിട്ടി. ഇവിടെ തന്നെ നമുക്ക് ഒരു കാര്യം കൃത്യമായിട്ട് പറയാൻ പറ്റും. റൂട്ട്സ് റിയൽ ആണ്, അൺഈക്വൽ ആണ്, കാരണം ഗ്രേറ്റർ ദാൻ 0 ആണ്. പിന്നെ എന്താണ്? റാഷണൽ ആണ്. കാരണം ഇറാഷണൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുവാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് റൂട്ട് കിട്ടാത്ത ആളായിരിക്കും. കാരണം നമുക്കറിയാം എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താ?
എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താ? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2 ആണ് അല്ലെ. അതായത് ഈ ഡിസ്ക്രിമിനന്റ് റൂട്ട് അടിക്കേണ്ടത്. അപ്പൊ ഇവിടെ √9 നമുക്ക് വരുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് എന്ത് കിട്ടും? പ്ലസ് ഓർ മൈനസ് 3 കിട്ടും. അതേസമയം ഇപ്പൊ √14 അല്ലെങ്കിൽ √14 ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് വാല്യൂ കിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്? റിയൽ, അൺഈക്വൽ ആൻഡ് ഇറാഷണൽ എന്നൊരു ഓപ്ഷനും കൂടെ വന്നത്. അപ്പൊ ഇവിടെ എന്താണ്? കൃത്യമായിട്ട് നമുക്ക് വാല്യൂ കിട്ടുന്നത് കൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 6A ആണ് ആൻസർ. റിയൽ, അൺഈക്വൽ ആൻഡ് റാഷണൽ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പൊ അതാണ് ഇവിടെ ഉണ്ട്. ഡീസ് ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ടാണ് റിയലും അൺഈക്വലും. 9 പെർഫെക്റ്റ് സ്ക്വയർ ആയതുകൊണ്ടാണ് എന്ത് കിട്ടിയത്? റാഷണൽ എന്നുണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഓപ്ഷൻ എന്തായത്? റിയൽ, അൺഈക്വൽ ആൻഡ് റാഷണൽ എന്നായത്. അതേസമയം ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഡിയുടെ വാല്യൂ 14 അല്ലെങ്കിൽ റൂട്ട് അല്ലാത്ത, റൂട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാത്ത ആരെങ്കിലും ആണെങ്കിൽ ഇവിടുത്തെ ആൻസർ എന്ത് മാറിയേനെ? റിയല്, അൺഈക്വൽ ആൻഡ് ഇറാഷണൽ എന്ന് മാറിയേനെ. 9 ആണ് കിട്ടിയതുകൊണ്ട്, കൃത്യമായിട്ട് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? റൂട്ട്സ് റാഷണൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് the roots of the equation ax square plus 2bx plus c equal to 0 are in the ratio 2:1, then അതായത് റൂട്ട്സ്, ഒരു ഇക്വേഷന്റെ റൂട്ട്സിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്, 2:1 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിലായിരിക്കും എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാന്ന് വെച്ചാൽ ലെറ്റ് ദ റൂട്ട്സ് ബി, റേഷ്യോ 2:1 എന്ന് തന്നിട്ടുള്ളതുകൊണ്ട് റൂട്ട്സ് എങ്ങനെ എടുക്കാം? അതിലൊരു കോമൺ നമ്പർ ഉണ്ടായിരിക്കും, അത് എക്സ് ആണെന്ന് പറഞ്ഞ് എടുക്കാം. അപ്പൊ 2x എക്സും ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പൊ 2x വേണ്ട, കാരണം നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 2x അല്ലേ. അപ്പൊ നമുക്കത് വേറൊരു വേരിയബിളിലോട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോ എന്തുകൊണ്ട് എക്സ് കൊടുക്കാത്തേന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഇതിന്റെ എന്താണ് ഇവിടെ എക്സ് സ്ക്വയർ ബി എക്സ് അല്ലല്ലോ. അപ്പൊ എന്ത് കിട്ടിയ? 2kയും kയുമാണ് റൂട്ട്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ സം ഓഫ് ദി റൂട്ട്സ് എടുക്കുന്നു. നമുക്കറിയാം ഒരു റിലേഷൻ ഉണ്ട് അല്ലെ, റൂട്ട്സിന്റെ റിലേഷനും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിരുന്നാല് എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സം ഓഫ് ദി റൂട്ട്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആന്ന് വെച്ചാൽ മൈനസ് ബി ബൈ എക്ക് ഈക്വൽ ആണ്. അതായത് മൈനസ് ഓഫ് കോയിഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. അതുപോലെ റൂട്ട്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് എന്തിന് ഈക്വൽ ആണ്? സി ബൈ എക്ക് ഈക്വൽ ആണ്. അതായത് കോൺസ്റ്റന്റ് ടേം ഡിവൈഡ് ബൈ കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയറിന് ഈക്വൽ ആണ്. ഈ കണ്ടീഷൻസ് പഠിക്കാം, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ റൂട്ട്സ് ആൻഡ് ദ കോയിഫിഷ്യൻസ്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കോയിഫിഷ്യൻസും റൂട്ട്സും തമ്മിലുള്ള ബന്ധമാണ്. സം ഓഫ് ദി റൂട്ട്സ് എന്ന് പറയുന്നത് എപ്പോഴും മൈനസ് ബി ബൈ എയും, പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? സി ബൈ എക്ക് ഈക്വൽ ആണ്. അപ്പൊ ഞാൻ ഇവിടെ ആദ്യം എന്ത് ചെയ്യുന്നു? സം ഓഫ് ദി റൂട്ട്സ് ആണ് എടുക്കുന്നത്. സം ഓഫ് ദി റൂട്ട്സ് എന്ന് പറയുമ്പോൾ 2k പ്ലസ് കെ അല്ലെ, 2k പ്ലസ് കെ ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ. ഇവിടെ ബിയുടെ സ്ഥാനത്ത് എന്താ? മൈനസ് 2b ആണ് അല്ലെ. അപ്പൊ മൈനസ് 2b ബൈ എ, അതായത് 3k ഇസ് ഈക്വൽ ടു മൈനസ് 2b ബൈ എ. അവിടെ നമുക്ക് കെയുടെ വാല്യൂ എങ്ങനെ എടുക്കാം? മൈനസ് 2b ബൈ 3a എന്ന് പറഞ്ഞ് എടുക്കാം. ഇനി അതുപോലെ അടുത്ത നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് എടുക്കുന്നു. പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? 2k ഇൻറ്റു കെ അല്ലെ. 2k ഇൻറ്റു കെ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? സി ബൈ എക്ക് ഈക്വൽ ആണ്. ഇവിടെ എന്ത് തന്നെയാണ്? സി ബൈ എ തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് 2k സ്ക്വയർ ഇസ് ഈക്വൽ ടു സി ബൈ എ എന്ന് എടുക്കുന്നു. എന്നിട്ട് അടുത്ത ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്കിത് നമ്മുടെ നോക്കി ക്വസ്റ്റ്യനിലല്ല എ ബി സി മാത്രമേ ഉള്ളൂ, കെ ഇല്ല അല്ലെ. കെ നമ്മൾ കൊടുത്തല്ലേ. അപ്പൊ ആ കേക്കുള്ള വാല്യൂ മാറ്റുന്നു. അതായത് ഇവിടെ കെയുടെ സ്ഥാനത്ത് ഇത് കൊടുക്കുവാണ്. അതായത് എന്താ? മൈനസ് 2b ബൈ 3a ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു സി ബൈ എ എന്ന് കൊടുക്കുന്നു. അതായത് 2 ഇൻറ്റു 4b സ്ക്വയർ ബൈ 9a സ്ക്വയർ ഇസ് ഈക്വൽ ടു സി ബൈ എ. 4 into 2 8 അല്ലെ. 8b സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇതിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വന്നു? 9a സ്ക്വയർ ഇൻറ്റു സി ബൈ എ എന്ന് വന്നു. ഒരു എയും വെട്ടിപ്പോവും. അപ്പൊ അവിടുത്തെ ആൻസർ എന്ത് വന്നു? 8b സ്ക്വയർ ഇസ് ഈക്വൽ ടു 9ac എന്ന് വന്നു. ആണല്ലോ? ഇത് ഇവിടെ എവിടെയെങ്കിലും ഓപ്ഷനിൽ ഉണ്ടോ നോക്കിയേ. ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇപ്പുറത്തുണ്ടല്ലേ. അതായത് എന്താ? 8b സ്ക്വയർ ഈക്വൽ ടു 9ac. അപ്പൊ ഇവിടെ ഈ രീതിയിലാണ് വന്നത്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഇവിടെ റൂട്ട്സും നമ്മൾ എടുക്കുന്ന എന്താണ്? റൂട്ട്സും
കോഎഫിഷ്യൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ ആദ്യം റൂട്ട്സ് എങ്ങനെ എടുത്തു? 2:1 എന്നുള്ള റൂട്ട്സ് നമ്മൾ എടുത്തു. ലെറ്റ് ദ റൂട്ട്സ് ബി 2x ഉം x ഉം എടുത്തു. ഇനി നമ്മൾ സോറി 2kയും kയും എടുത്തു. x പോലെ 2kയും kയും എടുത്തു. ഇനി നമുക്കറിയാം സം ഓഫ് ദി റൂട്ട്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? -b/a ഈക്വൽ ആണ്. അതായത് 2k + k is equal to -b/a. ഇവിടെ -b സ്ഥാനത്ത് എന്താ? -2b/a ആണ്. അതായത് 3k = -2b/a. അവിടെ നിന്ന് നമ്മൾ കെയുടെ വാല്യൂ എങ്ങനെ എടുത്തു? -2b/3a എന്ന് പറഞ്ഞ് എടുത്തു. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അടുത്ത എന്താ എടുക്കുന്നത്? പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് എടുക്കുവാണ്. പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? 2k × k is equal to c/a. c/a തന്നെയാണ്. അതായത് 2k² is equal to c/a. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ കെയുടെ സ്ഥാനത്ത് ആ വാല്യൂ കൊടുക്കുന്നു. -2b/3a the whole square is equal to c/a. അതായത് 2 × 4b² / 9a² is equal to c/a. എന്നിട്ട് എന്താ? 8b² is equal to 9a² × c/a. ഒരു എയും വെട്ടിപ്പോവും. അപ്പൊ എന്ത് വരും? 8b² is equal to 9ac. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണോ? അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ ആണല്ലോ. നൗ നെക്സ്റ്റ്, ഫോർ ദി ഫോളോയിങ്സ് എ സാറ്റിസ്ഫൈസ് a² = i എന്ന് പറഞ്ഞ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ദെൻ a = ഇതാണെങ്കിൽ ഏത് കണ്ടീഷൻ ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് എടുക്കുന്നു? ആദ്യം എ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് -α, β, γ, α. നമ്മൾ ആദ്യം a² കണ്ടുപിടിക്കുന്നത്. കാരണം നമുക്ക് കണ്ടിട്ട് കണ്ടീഷൻ എന്താണ്? a² = i ആണ് അല്ലെ. അപ്പൊ a² എന്ന് പറഞ്ഞാൽ എന്താ? -α, β, γ, α. അതിനെ തന്നെ എന്ത് ചെയ്യുന്നു? ഒരിക്കൽ കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. -α, β, γ, α. നമുക്കറിയാം മെട്രിക്സ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് അല്ലെ. ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളത്തിന്റെ എലമെന്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. അതായത് -α × -α, അതായത് α² പ്ലസ് β × γ, β γ. തീർന്നല്ലോ. ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് റോയിലെ എല്ലാ എലമെന്റ്സിനെയും ഫസ്റ്റ് കോളത്തിലെ എല്ലാ എലമെന്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തു. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്തത്, അപ്പൊ ഫസ്റ്റ് കോളത്തിന്റെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കോളം എടുക്കുക. അപ്പൊ അടുത്ത എന്താ? -α × β, അതായത് -α β പ്ലസ് β α, -α β പ്ലസ് β α വന്നു അല്ലെ. അടുത്ത അതേപോലെ അപ്പൊ സെക്കൻഡ് കോളം കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഫസ്റ്റ് റോയിൽ എല്ലാ ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും വെച്ച് ചെയ്തു. ഇനി അടുത്ത നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് റോയിലോട്ട് വരുന്നു. അതായത് ആരാ? ഗാമ ആൽഫയും എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് റോ. ദെൻ ദ സെയിം പ്രൊസീജിയർ അപ്ലൈസ്. ഗാമ × -α, അതായത് -α ഗാമ. അടുത്ത പ്ലസ് α ഗാമ ആണല്ലോ. അടുത്ത് ഇവിടെ എന്താണ്? ഗാമ ബീറ്റ പ്ലസ് α² ആണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്തു. എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഈക്വൽ ടു i എന്ന് പറയുന്നുണ്ട്. i എന്ന് നമുക്കറിയാം ഐഡന്റിറ്റി മെട്രിക്സ് ആണ് അല്ലെ. 1 0 0 1 ആണ്. ഓക്കെ, ഇത് രണ്ടും വെട്ടിപ്പോവും അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെയാക്കാം? α² പ്ലസ് β γ 0. അടുത്ത എന്താ? ഇത് -α γ പ്ലസ് α γ അല്ലെ. അപ്പൊ അതും 0. അടുത്ത എന്താ? α² പ്ലസ് γ β അല്ലെ. ഇത് രണ്ട് സെയിം അല്ലേ. ഇതെന്ന് പറയുന്നതാണ് ഏതിന് ഈക്വൽ എന്ന് പറയുന്നത്? 1 0 0 1 ഈക്വൽ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് α² പ്ലസ് β ഗാമ വെളിയിൽ എടുത്താൽ ബാക്കി ഇതെന്തരും? 1 0 0 1 എന്ന് തന്നെ വരും അല്ലെ. 1 0 0 1. ഈ രണ്ട് സൈഡ് ഇതൊന്ന് വെട്ടി പോകുമ്പോ എന്ത് വരും? α² പ്ലസ് β ഗാമ ഈക്വൽ ടു 1 എന്ന് വരും അല്ലെ. അത് നമുക്ക് എങ്ങനെ എഴുതാടെ? α² പ്ലസ് ബീറ്റ ഗാമ -1 ഈക്വൽ ടു 0 എന്ന് എഴുതിക്കൂടെ? α² പ്ലസ് ബീറ്റ ഗാമ -1. ആ റിലേഷൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലേ. നമ്മുടെ 8ലെ ഏ പാർട്ടാണ് ആ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, a² i ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ മെട്രിക്സിനെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നു. a² എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഓരോന്നിന്റെ സ്ക്വയർ എടുക്കാൻ പാടില്ല. അതിന്റെ ഓരോന്നിന്റെ എന്ത് ചെയ്യണോ? ആ മെട്രിക്സിന് സെയിം മെട്രിക്സ് ഉണ്ടെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ എടുക്കുമ്പോൾ ഫസ്റ്റ് കോളം വേണം എടുക്കാൻ വേണ്ടി. അതിനകത്തുള്ള എല്ലാ എലമെന്റ്സിനെയും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. എന്നിട്ട് വേണം അടുത്ത കോളത്തിലോട്ട് പോകാൻ. അവിടെ എല്ലാ കോളവും തീർന്നതിന് ശേഷം മാത്രം അടുത്ത റോ വരിക. ഇങ്ങനെ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. എന്താ? ദേ കണ്ടോ, എഴുതി വെച്ചിട്ടുണ്ട്. യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്. ഓക്കെ,
ഇനി എന്താ, ഇഫ് 2314 x minus 1 to x3 the value of x, വേറെ ഒന്നുമില്ല, ഡിറ്റർമിനന്റ് തന്നിട്ടുള്ളത് അല്ലെ. അതായത് നമ്മൾ തന്നിട്ടുണ്ട് എന്താ, 2314 ഈക്വൽ ടു എക്സ് മൈനസ് 1 2x3 ആണ് തന്നിട്ടുള്ളത്. നമുക്ക് എന്താന്ന് വെച്ചാൽ ഡിറ്റർമിനന്റ് എടുക്കാൻ അറിയാം അല്ലെ. എന്താ, ഡയഗണൽ എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യാം മൈനസ് കോഡാഗണൽ എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 4 into 2 8 ആണ്, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം, മൈനസ് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ 1 into 3 3. അതുപോലെ ഇവിടെ 3 into x 3x മൈനസ് മൈനസ് 1 into 2x, അതായത് മൈനസ് 2x എന്ന് വരും അല്ലെ. അപ്പൊ 8 minus 3 5, 3x ഈ മൈനസും മൈനസും കൂടി ചേർന്ന് പ്ലസ് ആവും, 3x plus 2x, അതായത് 5 ഈക്വൽ ടു 5x. അപ്പൊ എക്സിന്റെ വാല്യൂ എങ്ങനെ വരും, 5/5. അതിന്റെ ആൻസർ എന്താണ്, 1 എന്ന് കിട്ടിയല്ലേ. അതായത് ഓപ്ഷൻ സി ആണ് ആൻസർ, എക്സ് ഈസ് ഈക്വൽ ടു 1. അതായത് ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുക, ഇക്വേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല ഇവിടെ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് 1xyz 1yxz 1zxy, ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കണം. ഈ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഒരിക്കലും നിങ്ങൾ സാധാരണ പോലെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ നിൽക്കരുത്. ഇവിടെ ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞത് നമ്മൾ ഇതിനെ റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻസ് യൂസ് ചെയ്യാം. നമുക്കൊരു മെട്രിക്സിനെ ഏത് രീതിയിൽ വേണമെങ്കിലും ട്രാൻസ്ഫോം ചെയ്യാം. എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാന്ന് വെച്ചാൽ ഒന്നേ റോസ് തമ്മിൽ നമുക്ക് ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ഒക്കെ ചെയ്യാം. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫോർമേഷൻ നടത്താം. എപ്പോഴും അതായിരിക്കും ഇതിന് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ ബെറ്റർ. അപ്പൊ എന്താണ്, ഒരിക്കലും ഇത് കണ്ട ഉടനെ ചെയ്യരുത്. 1xyz 1yxz 1zxy, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനകത്ത് ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത്, ഇക്വലന്റ് ഫോം ആണ്, അതുകൊണ്ട് ഇങ്ങനത്തെ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. R2 gives R2 minus R1, അതായത് സെക്കൻഡ് റോ മാറ്റാൻ പോവാണ്, അതാണ് R2 എന്ന് പറയുന്നത്. എങ്ങനെ മാറ്റണു, സെക്കൻഡ് റോയിനെ ഫസ്റ്റ് റോയുമായിട്ട് സബ്ട്രാക്ട് ചെയ്യണു എന്നാ പറയുന്നത്. അപ്പൊ ഇതെങ്ങനെ ആക്കാന്ന് വെച്ചാൽ ആദ്യത്തെ റോയ്ക്ക് വേറെ വ്യത്യാസമൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ R1 കുറിച്ച് എഴുതിയതേ ഇല്ല അല്ലെ. അവിടെ അടുത്ത 1 minus 1 0, അടുത്ത എന്താ y minus x, അടുത്ത എന്താ xz minus yz. ഓക്കെ ആണല്ലോ. അപ്പോ എന്ത് ചെയ്യുന്നു, R2 gives R2 minus R1. ഞാൻ കുറച്ചുകൂടെ, കാരണം നമുക്ക് കുറച്ച് സ്പേസിന്റെ ആവശ്യമുണ്ട് അവിടെ, അതുകൊണ്ട് ഞാൻ അത് മാറ്റത്. ആദ്യത്തെ ഓപ്പറേഷൻ എന്താ നടത്തിയേ, R2 gives R2 minus R1. അടുത്ത ഓപ്പറേഷൻ ഇതേപോലെ തന്നെ, ഇവിടെയും 1 ആണ്, ഇവിടെയും 1. അപ്പൊ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് റോ ആയിട്ട് റിലേറ്റ് ചെയ്താണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താ, R3 gives R3 minus R1 ചെയ്യുവാണ്. അപ്പൊ എന്താ, 1 minus 1 0, z minus x, അടുത്ത എന്താ xy minus yz ആണല്ലോ. അപ്പൊ നമ്മൾ സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ ഈ ഫസ്റ്റ് റോ എല്ലാം 0 അല്ലെ. അപ്പൊ നമ്മൾ അതിൽ കൂടെ ഇപ്പം ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിച്ചാല് ഇതിന് മാത്രമേ വാല്യൂ കിട്ടൂ അല്ലെ. അപ്പൊ നമുക്ക് എന്തായി മാറി, ഒരു ചെറിയൊരു 2/2 മെട്രിക്സ് ആയിട്ട് മാറിയില്ലേ. ഇനി ആ 2/2 എടുക്കുമ്പോൾ തന്നെ വേറെ കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ രണ്ടിടത്ത് ഇസഡ് ഉണ്ടല്ലേ, അത് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എന്ത് വന്നു, എക്സ് മൈനസ് വൈ വന്നു. ഇവിടെ ഇസഡ് മൈനസ് എക്സ് ഉണ്ട്, ഇവിടെ നിന്ന് വൈ കോമൺ ആയിട്ടുണ്ടല്ലേ, അതെടുത്തപ്പോ എക്സ് മൈനസ് ഇസഡ്. അപ്പൊ ചെറുതായിട്ട് എന്തൊക്കെയോ എവിടേക്കോ നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലേ. എന്താ, ഇവിടെ രണ്ടിടത്തുനിന്ന് എക്സ് മൈനസ് വൈ ഉണ്ടല്ലേ, എക്സ് മൈനസ് വൈ വെളിയിൽ എടുക്കണം. ഇവിടെ രണ്ടിടത്തുനിന്ന് എക്സ് മൈനസ് ഇസഡ് ഉണ്ട്, അല്ലെങ്കിൽ ഇസഡ് മൈനസ് എക്സ് ഉണ്ട്. നോക്കിയപ്പോ നമുക്കത് എക്സ് മൈനസ് വൈ ഉണ്ട്, ഇസഡ് മൈനസ് എക്സ് ഉണ്ട് അല്ലെ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഇസഡ് മൈനസ് എക്സിനെ വെളിയിൽ എടുക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായി മാറി, എക്സ് മൈനസ് വൈ എടുത്തപ്പോ ഇവിടെ -1 ആയി ആണല്ലോ. ഇവിടെ എക്സ് മൈനസ് വൈ ആണ്, അപ്പൊ അത് ഇസഡ് തന്നെ. അടുത്ത് ഇവിടെ ഇസഡ് മൈനസ് എക്സിന് വെളിയിൽ എടുത്തപ്പോ അത് 1 ആയി. ഇവിടെ ഇസഡ് മൈനസ് എക്സ് എടുക്കുമ്പോൾ ഇവിടെ എന്തൊരു -y ആവും അല്ലെ. ചെറിയൊരു നെഗറ്റീവിന്റെ വേരിയേഷൻ അവിടെ വന്നേ. അപ്പൊ നമുക്ക് എങ്ങനെയായി, എക്സ് മൈനസ് വൈ ഇൻറ്റു ഇസഡ് മൈനസ് എക്സ് ഇൻറ്റു, ഇനി നമുക്ക് അവിടെ മറ്റേ സാധാരണ നമ്മള് എന്താണ് 2/2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എടുക്കുന്ന പോലെ ചെയ്യാം അല്ലെ. എളുപ്പമല്ലേ, കാരണം -1 ഇൻറ്റു -y, അതായത് 1 into y, y മൈനസ് 1 into z, y മൈനസ് z. അപ്പൊ എന്താ നമ്മുടെ ആൻസർ കണ്ടോ, എക്സ് മൈനസ് വൈയും ഇസഡ് മൈനസ് എക്സും ആയി, കൂടെ എന്തും കൂടെ ആയി, y മൈനസ് ഇസഡും ആയി അല്ലെ. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്, 10 A ആണ്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുവാണെങ്കിൽ യു നീഡ് ടു യൂസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ്, അത് വെച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ചെയ്യുമ്പോൾ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതെങ്കിലും ഒരു റോയിനെ റെഡ്യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ ഫസ്റ്റ് കോളത്തിനെയാണ് എന്ത് ചെയ്തത്, റെഡ്യൂസ് ചെയ്തത്. അതിനെ മാറ്റിയല്ലേ, ഫസ്റ്റ് റോയിനെയും ഫസ്റ്റ് കോളത്തിനെയും മാറ്റിയിട്ട് ഒരു 3/3 എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ കൊണ്ടുവന്നു, ഒരു 2/2 ആക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്, അവിടെ വാല്യൂ കണ്ടുപിടിച്ചത്. ഓക്കെ ആണല്ലോ. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
The solution of the simultaneous equation. Simultaneous equation എന്താ? മോർ ദാൻ വൺ വേരിയബിൾ ഉള്ള ഒന്നിൽ കൂടുതൽ സിസ്റ്റംസ് ഓഫ് ഇക്വേഷൻ ആണ് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് പറയുന്നത്. ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഒന്ന് 3x-2 + 2y = 5, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. അടുത്ത 2x + 5y = 7. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വൈയുടെ കോയിഫിഷ്യൻസിനെ സെയിം ആക്കുന്നു. അതായത് ഇവിടെ 5 ഇവിടെ 2 ആണല്ലേ. അപ്പൊ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ 5 കൊണ്ട്. അതായത് ഇപ്പൊ വൈനെ ഞാൻ എലിമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ വൈയുടെ കോയിഫിഷ്യൻസിനെ ഞാൻ എന്ത് ചെയ്യുന്നു, എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്തായി മാറും? 3x × 5 15x + 5 × 2 10y = 25. എന്താണോ മൾട്ടിപ്ലൈ എന്ന് ത്രൂ ഔട്ട് ദാറ്റ് ഇക്വേഷൻ ഒരിടത്തും അവിടെ എന്ത് കൊടുക്കരുത്, ഒരു കൺസിഡറേഷനും കൊടുക്കരുത്. ആ ഇക്വേഷനിൽ എവിടെയൊക്കെ നമ്പേഴ്സ് ഉണ്ടോ അവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്ത 2 × 2 4x + 5 × 2 10y = 7 × 2 14 ആണല്ലോ. ഇനി നമുക്കത് സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇതങ്ങ് പോകും അല്ലെ. അപ്പൊ 15 - 4 എന്ന് പറഞ്ഞാൽ 11x = 25 - 40 എന്ന് പറയുമ്പോൾ എന്ത് വരും, 11 വരും അല്ലെ. അതായത് x = 11/11. ആൻസർ 1 ആയി. ഈ കിട്ടിയ എക്സിന്റെ വാല്യൂ ഇപ്പൊ നോക്കുമ്പോ നമുക്ക് ഒന്നേ ഓപ്ഷൻ സി ആവാം, ഓപ്ഷൻ ഡി ആവാം അല്ലെ. കാരണം രണ്ടിലും എക്സിന്റെ കോയിഫിഷ്യന്റ് എന്താണ്, എക്സിന്റെ ടേം എന്താണ്, 1 ആണ്. അപ്പൊ ഇനി വൈയുടെയും കൂടെ കണ്ടുപിടിച്ചാലേ നമുക്ക് ആ ഫിക്സഡ് ആൻസർ കിട്ടുള്ളൂ. അതേസമയം ഇപ്പൊ എക്സിന് 1 ആണെങ്കിൽ പിന്നെ നമുക്ക് മറ്റേ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. ഫസ്റ്റ് ഇക്വേഷൻ തന്നെ ഞാൻ എടുക്കുന്നു. അതായത് 3x + 2y = 5 ആണ്. അവിടെ എക്സിന്റെ സ്ഥാനത്ത് ഞാൻ 1 കൊടുക്കണം. അപ്പൊ 3 × 1 + 2y = 5. അതായത് 3 + 2y = 5. 2y = 5 - 3, അതായത് 2 എന്ന് വന്നു. അതായത് y = 2/2. അതിന്റെ വാല്യൂ എത്രയാണ്, 1 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി, 1,1 എന്ന് പറഞ്ഞ ആൻസർ കിട്ടി. കാരണം എക്സിന്റെതും 1 ആണ്, വൈയുടേതും 1 ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ ആണോ? അടുത്ത ഗ്രാഫ് ഓഫ് എ ലീനിയർ ഇക്വേഷൻ ഇസ്. ഒരു കാര്യം എപ്പോഴും ആലോചിക്കുക, ലീനിയർ ഇക്വേഷന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ലൈൻ ആണ്. അവിടെ വേറെ ഒന്നുമില്ല. എപ്പോഴും എന്താണ് ഒരു ലീനിയർ ഇക്വേഷൻ, അതായത് ax+ ലീനിയർ ഇക്വേഷൻ ഇതാണ് ഫോർമുല, ax + by = c. അതിന്റെ എപ്പോഴും എന്തായിരിക്കും, ഡിഗ്രി 1 ആയിരിക്കും. അതുകൊണ്ട് അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, ഒരു ലൈൻ ആയിരിക്കും അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. കണ്ടോ, എ ലീനിയർ ഇക്വേഷൻ റെപ്രസെന്റ്സ് എ സ്ട്രേറ്റ് ലൈൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. സോ ഗ്രാഫ് ഓഫ് എ ലീനിയർ ഇക്വേഷൻ ഈസ് എ ലൈൻ. അവിടെ നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല. ഇനി അടുത്തെന്ന് പറയുന്നത് find the number of 3-digit numbers in which all the digits are distinct, odd and the number is a multiple of 5. അതായത് ഒരു 3-digit നമ്പർ കണ്ടുപിടിക്കാം. കുറെ കണ്ടീഷൻസ് വന്നിട്ടുണ്ട്. ഡിജിറ്റ്സ് എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അതായത് ഡിജിറ്റ്സ് എല്ലാം വേറെ വേറെയാണ്, അതായത് ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഡിജിറ്റ്സ് എന്താണ്, ഓഡ് നമ്പേഴ്സ് ആണ്. ആ നമ്പർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാ, 1, 3, 5, 7, 9. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫോം ചെയ്യേണ്ട 3-digit നമ്പർ. 3-digit നമ്പർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്, 100 പ്ലേസ് ഉണ്ട്, 10s പ്ലേസ് ഉണ്ട്, 1s പ്ലേസ് ഉണ്ട്. ഇതിനകത്ത് എന്താ പറയുന്നത്, ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് പറയുന്നുണ്ട് അല്ലെ. മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് പറയുമ്പോൾ ഈ 1s പ്ലേസിൽ എന്തായിരിക്കണം, 5 വരാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ ഒരു നമ്പറും വരാൻ പറ്റില്ല. അപ്പൊ ഈ 1s പ്ലേസിലെ നമ്പർ നമുക്ക് എന്ത് ചെയ്യാം, 5 എന്ന് ഫിക്സ് ചെയ്യാം. അതായത് ആ ഒരൊറ്റ നമ്പറേ അവിടെ വരുള്ളൂ. അതുകൊണ്ട് 1 അവിടെ നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം. ഇനി എന്താ പറയുന്നത്, ബാക്കിയുള്ള നമ്പേഴ്സിൽ നിന്നാണ് 100 പ്ലേസ്. അപ്പൊ ബാക്കിയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്, 1 ഉണ്ട്, 3 ഉണ്ട്, 7 ഉണ്ട്, 9 ഉണ്ട്. ഈ 4 നമ്പേഴ്സ് ഈ 2 പ്ലേസിലായിട്ട് കൊടുക്കണം, 100 പ്ലേസിലും 10s പ്ലേസിലും. എന്ത് പറയുന്നുണ്ട്, ഡിജിറ്റ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ആദ്യത്തെ പ്ലേസിൽ 1 കൊടുത്താൽ പിന്നെ അവിടെ 1 കൊടുക്കരുത്. അവിടെ പിന്നെ ഏതാണ്, 3യോ 7ഓ 9ഓ, അതായത് 4 ഡിജിറ്റ് ഏത് വേണമെങ്കിലും കൊടുക്കാമല്ലോ. അതുകൊണ്ട് 4 ആണ്. ഇവിടെ ഏതാ നമ്പർ കൊടുത്താൽ പിന്നെ ആ നമ്പറിനെ മാറ്റിയിട്ട് ബാക്കി 3 ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ 3 ആണ്. അപ്പൊ നമ്മൾ നമ്പർ ഓഫ് 3-digit നമ്പേഴ്സ് ഫോം അല്ലേ. അപ്പൊ എന്താ, 4 × 3 × 1, അതായത് 4 × 3 12 × 1 12. അതായത് നമ്മുടെ ആൻസർ എന്താ, ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പൊ എന്താണ് നമ്മളോട് ഇവിടെ കണ്ടീഷൻസ് പറയുന്നത്, നമുക്കൊരു 3-digit നമ്പർ ആണ് ഫോം ചെയ്യേണ്ടത്. 3-digit നമ്പർ ആവുമ്പോൾ 100s പ്ലേസ് ഉണ്ട്, 10s പ്ലേസ് ഉണ്ട്, 1s പ്ലേസ് ഉണ്ട്. ഈ ഡിജിറ്റ്സ് എല്ലാം വ്യത്യാസമാണ്. അപ്പൊ അതായത് ഒന്നും റിപ്പീറ്റ് ചെയ്ത് വരില്ല. ഓഡ് നമ്പേഴ്സ് ആണ്. ഓഡ് നമ്പേഴ്സ് പറയുമ്പോൾ 1, 3, 5, 7, 9 ഈ 5 നമ്പേഴ്സേ അവിടെ വരാൻ പാടുള്ളൂ.
ഇനി നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് പറയുമ്പോൾ വൺസ് പ്ലേസ് എപ്പോഴും എന്തായിരിക്കണം? 5 ആയിരിക്കണം. അത് ഫിക്സഡ് ആണ്. അവിടെ നമുക്ക് ആ ഡിജിറ്റിനെ മാറ്റാനേ പറ്റില്ല. അപ്പൊ ആ ഒരു നമ്പർ അവിടെ ഫിക്സ്ഡ് ആണ്. പിന്നെ ബാക്കിയുള്ള 4 എണ്ണത്തിൽ നിന്നുള്ള 2 നമ്പേഴ്സ് ആണ് 100 പ്ലേസിലും 10 പ്ലേസിലും കൊടുക്കേണ്ടത്. അപ്പൊ നമ്മളിപ്പോ ആദ്യത്തെ 4 ഏതെങ്കിലും ഒന്ന് 100 പ്ലേസിൽ കൊടുത്താൽ അത് പിന്നെ 10 പ്ലേസിൽ കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് അവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 4 into 3 into 1 ആണ്. അതായത് 4 into 3 12 ആണ് അവിടത്തെ നമ്പർ ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. കാര്യം ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്ത the term independent of x in the expansion of x minus 1 by x the whole raised to 6s. അപ്പൊ term independent of x എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബൈനോമിയൽ എക്സ്പാൻഷനിൽ എക്സ് പ്ലസ് വൈ ദ ഹോൾ പവർ n ആണ് ബൈനോമിയൽ എക്സ്പാൻഷൻ അല്ലെ. അതിനകത്ത് ജനറൽ ടേം കണ്ടുപിടിക്കുന്ന ഫോർമുല ഉണ്ട്. ജനറൽ ടേം കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് TR plus 1 is equal to NCR x raised to n minus R y raised to R. ഇതാണ് ജനറൽ ടേം. ഇപ്പൊ ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് മിഡിൽ ടേം ഏത് കണ്ടുപിടിക്കാൻ ചോദിച്ചാലും ഫസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ദ ജനറൽ ടേം. നമ്മൾ ജനറൽ ടേം വേണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇവിടെ ജനറൽ ടേം കണ്ടുപിടിക്കുന്നത് TR plus 1 is equal to NCR. n എന്ന് പറഞ്ഞാൽ 6 ആണ് അല്ലെ. ഇപ്പൊ 6CR x raised to എക്സിന്റെ സ്ഥാനത്ത് x തന്നെയാണ്. എക്സിന്റെ സ്ഥാനത്ത് എക്സ് തന്നെയാണ്. എക്സ് റേസ് ടു n മൈനസ് ആർ, അതായത് 6 മൈനസ് ആർ. വൈയുടെ സ്ഥാനത്ത് എന്താ? -1 by x ദ ഹോൾ റേസ് ടു ആർ ആണല്ലോ. അപ്പൊ ഇതാണ്. അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ വരും? 6CR x raised to 6 minus r, ഇതിനെ -1 the whole raised to r into x raised to minus r നമുക്ക് കൊടുത്തൂടെ ഈ താഴെ കിടക്കുന്ന എക്സിന്റെ മുകളിലോട്ട്. അപ്പൊ 6CR x raised to 6 minus r മൈനസ് ആറും കൂടെ ബേസ് സെയിം അല്ലേ. അപ്പൊ പവേഴ്സ് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 6 മൈനസ് ആർ എന്ന് പറയുമ്പോൾ 2r എന്ന് വരും. ഇൻറ്റു -1 the whole raised to r. നോക്കിയേ, ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിന്റെ ടേം അവിടെ ഇല്ല അല്ലെ. എക്സിന്റെ ടേം ഇല്ല എന്ന് പറയുമ്പോൾ അതിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 0 ആവണം. എക്സ് റേസ് ടു 0 എന്ന് പറയുന്നതല്ലേ 1 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ പവറിനെ എന്ത് ചെയ്യാം? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ -2r equal to -6. സോ r equal to -6 by -2, അതായത് ആറിന്റെ വാല്യൂ എത്ര കിട്ടി? അപ്പൊ 3 ആണെങ്കിൽ നമ്മളോട് എന്താ പറയുന്നത്? ടേം ഇൻഡിപെൻഡന്റ് കണ്ടുപിടിക്കാനല്ലേ. അതായത് ജനറൽ ടേം എന്താ? 6CR -1 the whole raised to r ആണ്. അതായത് 6C3 -1 the whole raised to 3. 6C3 എങ്ങനെ കണ്ടുപിടിക്കും? 6C3 എങ്ങനെ കണ്ടുപിടിക്കും? NCR എങ്ങനെ കണ്ടുപിടിക്കും? n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ ആണല്ലോ. അപ്പൊ 6 എന്ന് പറഞ്ഞാൽ 6 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ അല്ലെ. 6 minus 3 എന്ന് പറഞ്ഞാൽ 3 ഫാക്ടോറിയൽ, പിന്നെ 3 ഫാക്ടോറിയൽ ഇൻറ്റു -1 the whole cube. അതായത് 6 ഫാക്ടോറിയൽ നമുക്ക് 3 ഫാക്ടോറിയൽ കഴിഞ്ഞാൽ 4 into 5 into 6 by 6 ആണ് വെട്ടിപ്പോവും. ഇൻറ്റു -1 the whole cube, അതായത് 20 into -1 the whole cube -1 ആണ്. അതായത് ആൻസർ എന്താ? -20 ആണ് ആൻസർ. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ദ ജനറൽ ടേം കണ്ടുപിടിക്കേണ്ട ഫോർമുല, അതായത് എന്താ? TR plus 1 is equal to NCR x raised to n minus r y raised to r. ഇതാണ് ഫോം. ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് എന്ന് പറയുന്നുണ്ട്. എക്സിന്റെ ടേം അവിടെ ഉണ്ടാവില്ല എന്നോ. അപ്പൊ എന്താ? പവർ ഓഫ് എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് 6 കെയുടെ വാല്യൂ ഇവിടെ ഞാൻ ആറിന് പകരം k ഇട്ടാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ്? കോൺസ്റ്റന്റ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യണം? വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ കെയുടെ സ്ഥാനത്ത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് 6C3 -1 the whole raised to 3 എന്ന് വന്നത്. അതിന്റെ വാല്യൂ ആണ് എന്ത് പറയുന്നത്? -20 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്തത്, the rate of change of area of a circle with respect to its radius at r equal to 8 centimeter is rate of change of area of a circle. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ് സർക്കിളിന്റെ ഏരിയ. നമുക്കറിയാം ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. എന്താണ്? πr² ആണ് എന്ന് പറഞ്ഞു. റേറ്റ് ഓഫ് ചേഞ്ച് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഡെറിവേറ്റീവ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ഡെറിവേറ്റീവ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത്
വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ്. അപ്പൊ നമുക്ക് എന്താ DA/DR ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് എന്താ വരുന്നത്, പൈ കോൺസ്റ്റന്റ് ആണ്, വിത്ത് റെസ്പെക്ട് ടു ആറിലാകുമ്പോൾ R² റേഡിയസ് 2R ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 2πr കിട്ടി. ഇവിടെ ആറിന്റെ വാല്യൂ എത്രയെന്ന് പറയുന്നുണ്ട്, 8 സെന്റിമീറ്റർ എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മളോട് പറയുന്നത് DA/DR at R = 8 ആകുമ്പോ എന്താണ് വാല്യൂ എന്നാ. സോ 2π × 8 അതായത് 16π ആണ് നമ്മുടെ ആൻസർ. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ, 16π. അപ്പൊ ഈ രീതിയിൽ വേണം നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി, റേറ്റ് ഓഫ് ചേഞ്ച് എന്ത് ക്വാണ്ടിറ്റി ആണെങ്കിലും വി നീഡ് ടു ഫൈൻഡ് ദ ഡെറിവേറ്റീവ്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു ഏതിലാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണോ? ദെൻ the interval in which the function x² - 6x + 7 is increasing in. ഏത് ഇന്റർവെല്ലാണ് ഇത് ഇൻക്രീസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ f(x) എന്ന് പറഞ്ഞ എടുക്കുക. f(x) മീൻസ് x² - 6x + 7 ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. f'(x) എന്ന് പറയുന്നത് എന്താണ്, 2x - 6 ആണ്. ഇൻക്രീസിങ് എന്ന് പറയുന്നതുകൊണ്ട് അതിന്റെ അർത്ഥം എന്താ, f'(x) ≥ 0 ആണ്. ഇത് ആക്ച്വലി ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നെഗ്ലക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവരിട്ടേക്കുന്ന ആൻസർ എന്ന് പറയുന്നത് ഇങ്ങനെ മാത്രം f'(x) > 0 എന്നുള്ളതാണ്. ആക്ച്വലി ഇൻക്രീസിംഗ് എന്ന് പറയുമ്പോൾ f'(x) > 0 ആണ് വരുന്നത്. അപ്പൊ 2x - 6 > 0. ഇപ്പൊ 2x > 6, x > 3 വരും. അതായത് ഓപ്ഷൻ എങ്ങനെ വരിക, 3, ഇത് അതായത് ഒരു ഭാഗം ക്ലോസ്ഡ് ആയിരിക്കണം. പക്ഷെ ഇവരുടെ ആൻസർ അനുസരിച്ച് സി എങ്ങനെ വന്നെന്ന് വെച്ചാല് 3 ആണ് ഇതനുസരിച്ച്. കാരണം > എന്നൊരു കണ്ടീഷൻ ഇല്ല, വെറും > 0 എന്നുള്ള ഒരു രീതിയിലാണ് വരുന്നത്. എപ്പോഴും ഇൻക്രീസിംഗ് ആണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും, > 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഞാൻ ആ രീതിയിൽ ആൻസർ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. Area of the region bounded by the curve y = cos x between x = 0 and x = π. അതായത് ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുന്നത്. ഏരിയ ഓഫ് ദി റീജിയൻ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് ∫y/dx ആണ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ നമുക്ക് y cos x തന്നിട്ടുണ്ട്. അപ്പൊ ഇന്റഗ്രൽ cos x dx ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമ്മളോട് പറയുന്നത് cos x ന്റെ ലിമിറ്റ് 0 മുതൽ π വരെയാണ്. പക്ഷെ 0 മുതൽ π വരെ നമുക്ക് cos x ആയിട്ട് പോവില്ല. കാരണം എന്താന്ന് വെച്ചാൽ 0 മുതൽ π/2 വരെ നമ്മുടെ ഫംഗ്ഷൻ എന്ത് തന്നെ ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതായത് cos x തന്നെ ആയിരിക്കും. അടുത്തത് π/2 മുതൽ π വരെ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും, <0 ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും ഫംഗ്ഷൻ. അതായത് 0 മുതൽ π/2 വരെ cos x എന്ന് പറയുന്ന പോസിറ്റീവും π/2 മുതൽ π വരെ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് cos x ആണ്. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഇന്റഗ്രൽ 0 മുതൽ π വരെയാണ് അല്ലെ. അതിനകത്ത് 0 മുതൽ π/2 വരെ cos x ആയിട്ട് തന്നെ നിലനിൽക്കുകയും അടുത്ത എന്താണ് π/2 മുതൽ π വരെ ആകുമ്പോൾ അത് എന്തായിട്ട് മാറും, മൈനസ് cos x ആയിട്ട് മാറും. ഇനി നമുക്കത് ചെയ്യാം. ഈ cos x ന്റെ ഇന്റഗ്രൽ എന്താ, sin x ആണ് അല്ലെ. അപ്പൊ 0 to π/2. അടുത്ത എന്താ, മൈനസ്, ഈ മൈനസിന് ഇങ്ങോട്ട് ഇട്ടു. വീണ്ടും sin x π/2 മുതൽ π വരെ ആണല്ലോ. അപ്പോ sin π/2 മൈനസ് sin 0, ഇതാണ് ആദ്യത്തത്. അടുത്ത മൈനസ് sin π മൈനസ് sin π/2 ആണല്ലോ. അപ്പോ sin 90യുടെ വാല്യൂ എന്താ, sin 0 0, sin 90 1 ആണ് അല്ലെ. sin 1 - 0. അടുത്ത മൈനസ് sin π എന്ന് പറഞ്ഞാൽ 0 ആണ്, sin മറ്റു -1 ആണ് അല്ലെ. അപ്പൊ എന്ത് വരും, 1 - 0 -0 + 1 വരും അല്ലെ. അതായത് 1 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 2 എന്ന് വരും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2 സ്ക്വയർ യൂണിറ്റ്സ് ആണ് നമ്മുടെ ആൻസർ. പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ cos x ന്റെ 0 മുതൽ π വരെ ഇട്ടങ്ങ് ചെയ്യും. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. cos x ന്റെ നേച്ചറിന് ഡിഫറെന്റ് ആണ്. 0 മുതൽ π/2 വരെ cos x പോസിറ്റീവ് ആയിട്ട് നിലനിൽക്കുകയും π/2 to π ആകുമ്പോൾ അത് ഏതിലോട്ട് പോകും, സെക്കൻഡ് ക്വാഡ്രന്റിലോട്ട് പോവുകയും അവിടെ എന്താവും, cos x നെഗറ്റീവ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോ എന്താണ് നമ്മുടെ ആൻസർ, 2 ആണ് നമ്മുടെ ആൻസർ. അതായത് ഈ നേച്ചർ ഓഫ് ദി കർവ് ആണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആൻസർ എന്താണ്, 2 ആണ്. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ.
Then the parabolic curve y equal to 2 root x, 1 less than or equal to x less than or equal to 2 is revolved around x axis. X axis ചുറ്റുമാണ് ആ കർവ് റിവോൾവ് ചെയ്യുന്നത്. The volume of solid of revolution. അപ്പൊ ആക്ച്വലി വോളിയം ഓഫ് സോളിഡ് ഓഫ് റെവല്യൂഷൻ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് പൈ ഇൻറ്റു ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എക്സ്. ഇതാണ് ഫോർമുല ഓർത്തേക്കുക. വോളിയം ഓഫ് സോളിഡ് ഓഫ് റിവല്യൂഷൻ അണ്ടർ എവിടെയാണ്? ഇവിടെ എക്സ് ആക്സിസിലാണ് റിവല്യൂഷൻ നടത്തുന്നത്. അപ്പൊ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത്, വോളിയം കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് പൈ ഇൻറ്റു ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എക്സ് ആണ്. അതായത് പൈ ഇൻറ്റു വൈ സ്ക്വയർ, വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ 2 റൂട്ട് എക്സ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 റൂട്ട് എക്സിന്റെ സ്ക്വയർ ആയിരിക്കും. അതായത് 4 ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ എക്സ് ആണ് അല്ലെ. അപ്പൊ എന്തുവരും? പൈ ഇൻറ്റു ഇന്റഗ്രൽ എക്സിന്റെ വാല്യൂ 1 മുതൽ 2 വരെ പോവും. വൈ സ്ക്വയറിന്റെ സ്ഥാനത്ത് 4x dx കൊടുക്കാം. അപ്പൊ 4 പൈ കോൺസ്റ്റന്റ് ആണ്. എക്സിന്റെ ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ ബൈ 2 ആണ്. 1 to 2 ആണ്. അപ്പൊ 4 പൈ ബൈ 2 വെളിയിൽ എടുക്കുകയും അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ് അല്ലെ. അതായത് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. അതായത് ഇവിടെ വെട്ടിപ്പൊട്ടി 2 ആവും. അതായത് 2 പൈ ഇൻറ്റു 4 മൈനസ് 1, അതായത് 2 പൈ ഇൻറ്റു 3 എന്ന് വരും. അതായത് ആൻസർ എന്താ വരുന്നത്? 6 പൈ എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത്. അതായത് വോളിയം ഓഫ് സോളിഡ് ഓഫ് റെവല്യൂഷൻ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അപ്പൊ എന്താണ്? ഫോർമുലയാണ് അവിടെ ഓർത്തിരിക്കേണ്ടത്. എപ്പോഴും പറയും പോലെ തന്നെയാണ്. എന്താണ് വോളിയം ഓഫ് സോളിഡ് ഓഫ് റെവല്യൂഷൻ? ഫോർമുല എന്താണ്? പൈ ഇൻറ്റു ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എക്സ്. അതാണ് വോളിയം ഓഫ് സോളിഡ് ഓഫ് റെവല്യൂഷൻ. പൈ ഇൻറ്റു ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എക്സ്. അതാണ് ഫോർമുല. ഓക്കെ. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The general solution of the differential equation dy by dx equal to e raised to x plus 2y is അല്ലെ. ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എന്താണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ ഇതിന്റെ ജനറൽ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ നോക്കുമ്പോൾ നമുക്ക് ഇത് വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സിന്റെ കേസ് എല്ലാം ഒരിടത്തും വൈയുടെ കേസ് എല്ലാം ഒരിടത്തുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം. dy by dx പ്ലസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് പ്ലസ് 2y അല്ലെ. അപ്പൊ ഇ റൈസ് ടു എക്സ് പ്ലസ് 2y ഞാൻ എങ്ങനെയാക്കണമെന്ന് വെച്ചാൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു 2y ആണ് ആക്കണം. അപ്പൊ ഇത് dy ബൈ ഡി എക്സ് ആണ്. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇ റൈസ് ടു 2y ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ dy ബൈ ഇ റൈസ് ടു 2y ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഡി എക്സ്. അപ്പൊ ഒരിക്കലും ഡിവൈയും ഡി എക്സും അങ്ങോട്ട് താഴോട്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫംഗ്ഷനെ എക്സിനും വൈക്ക് അനുസരിച്ച് താഴോട്ടും മുകളിലോട്ടും കൊണ്ടുവരുന്നത്. എന്നിട്ട് എന്താ ഈ 1 ബൈ ഇ റേസ് ടു 2y എങ്ങനെ ആക്കാന്ന് വെച്ചാൽ ഇ റേസ് ടു മൈനസ് 2y dy ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഡി എക്സ്. കണ്ടോ, ഇവിടെ ഒരിടത്ത് കംപ്ലീറ്റ് വൈയുടെ ടേം, ഒരിടത്ത് കംപ്ലീറ്റ് എക്സിന്റെ ടേം ആയില്ലേ. ഇനി എന്താന്ന് വെച്ചാൽ ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? വേരിയബിൾസ് സെപ്പറേറ്റ് ആവണം. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ നോക്കേണ്ടത് ഇത് വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത്. വേരിയബിൾ സെപ്പറേറ്റ് എന്ന് വെച്ചാൽ എക്സിന്റെ എല്ലാം ഒരിടത്തും വൈയുടെ എല്ലാം ഒരിടത്തും ആക്കാൻ പറ്റുമോ? അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ ഇ റേസ് ടു മൈനസ് 2y dy എന്താണെന്ന് വെച്ചാല് ഇ റേസ് ടു മൈനസ് എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് തന്നെ ബൈ മൈനസ് 1 വരും. അതായത് ബൈ മൈനസ് 2 ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് സി എന്ന് വരും അല്ലെ. അപ്പൊ ഇനി നമ്മൾ നോക്കി ഇത് എവിടെയെങ്കിലും ഇതൊക്കെ ഉണ്ടോ? അപ്പൊ ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന എന്തായിട്ട് മാറും? ഇ റേസ് ടു എക്സ് ഈ മൈനസ് ഇപ്പുറത്ത് വരുമ്പോൾ എന്തായാലും പ്ലസ് ഇ റേസ് ടു മൈനസ് 2y ബൈ 2 ഈക്വൽ ടു സി എന്ന് വരും അല്ലെ. ഈ സി കോൺസ്റ്റന്റ് ആണ്. അത് അപ്പുറം പോയാലും ഇപ്പുറം പോയാലും ഒന്നും ഒരു കുഴപ്പമില്ല. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ഒന്നും ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ ഇവിടെ എന്താ വന്നു? ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് 2y ബൈ 2 ഈക്വൽ ടു സി എന്ന് വന്നു ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following equations has y equal to x square as one of its particular solution? അതായത് 4 ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത് y equal to x square ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ ആകുന്നത് ഏതാന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ നോക്കുന്നത് വെച്ചാൽ എല്ലായിടത്തും dy ബൈ ഡി എക്സ് ഉണ്ട്, d സ്ക്വയർ y ബൈ ഡി എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം y equal to x square ഇതിന്റെ dy ബൈ ഡി എക്സ് കണ്ടുപിടിക്കുന്നു. dy ബൈ ഡി എക്സ് എന്താ 2x അല്ലെ. ഇതിന്റെ d സ്ക്വയർ y ബൈ ഡി എക്സ് സ്ക്വയറും കണ്ടുപിടിക്കുന്നു. അതായത് എന്താണ്? 2x ഡെറിവേറ്റീവ് അതായത് 2 തന്നെ വരും. അത് എന്നിട്ട് ഫസ്റ്റ് ഓരോ ഓപ്ഷനിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ ഇട്ട് കൊടുക്കുമ്പോൾ എക്സ് ഇൻറ്റു ഡി സ്ക്വയറിന്റെ 2 അല്ലേ,
-2x ഡിവൈഡ് ബൈ x ഈക്വൽ ടു x ആണോ നോക്കുക. 2x - 2x 0 ഈക്വൽ ടു x. അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല, അപ്പൊ അതല്ല. അടുത്ത നോക്കുക, x ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് ക്വൽ 2 മൈനസ് ഡി വൈ ബൈ ഡി എക്സിന് 2x 2x - 2x എന്താണ് 0 അല്ലെ. 0 ഈക്വൽ ടു 0. അപ്പൊ ഓപ്ഷൻ ബി പറ്റുന്നുണ്ട്. എന്നാൽ നമുക്ക് ബാക്കി രണ്ടും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. x സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, അതായത് x സ്ക്വയർ ഇൻറ്റു 2 മൈനസ് 2x ഈക്വൽ ടു 0 ആണോ? 2x സ്ക്വയർ മൈനസ് 2x 0 ആണോ? അല്ല. അപ്പൊ അത് എന്തല്ല, നോട്ട് പോസിബിൾ. അപ്പൊ അതും അല്ല. ഇനി ഇത് എക്സ് സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ 2 മൈനസ് വൈ, അതായത് മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 ആണോ? 2x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ ഈക്വൽ ടു 0, അതും അല്ല. അപ്പൊ ഏതാണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അപ്പോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. കണ്ടോ, ഓപ്ഷൻ ബി മാത്രമേ ടിക്കുള്ളൂ, ബാക്കി എല്ലാം നമ്മൾ എന്താണ്, നോട്ട് ആൻസർ ആണ് അല്ലെ. അപ്പോ നമ്മൾ ഇന്ന് എന്താ ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചാല് എന്താണ്, ലീഗൽ മെട്രോളജിയുടെ, ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കുക, ഇതിനകത്തുള്ള ഏതൊക്കെയാണ് പോർഷൻസ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഇമ്പോർട്ടൻസ് എടുത്ത് പഠിക്കേണ്ടതെന്നുള്ളത് അത് നോക്കി പഠിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.